ലൈഫിൽ എപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ റിവാർഡ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റീസെൻ്റ്ലി അങ്ങനെ ഒരുപാട് വീഡിയോ ഇടാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ്. കാരണം ഈ വർഷം തീരുന്നതിന് മുന്നേ ഒരു 1:50 താഴെയുള്ള ഹാഫ് മാരത്തോൺ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗോളിൽ ഞാൻ അത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസം ട്രെയിൻ ചെയ്തത്. ആ ഗോള് മാത്രമല്ല, ഞാൻ ഇന്ന് 6 PR അടിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ ഹാഫ് മാരത്തോൺ റേസ് SBI ഗ്രീൻ മാരത്തോണിൽ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ ഹാഫ് മാരത്തോൺ 1:46 തീർത്തു. ചിപ്പ് ടൈം 1:44 ആണ് വന്നത്. എൻ്റെ വാച്ചിൽ 21 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്ത് 1:46 ആണ് കാണിച്ചത്. ഒഫീഷ്യൽ ടൈം എപ്പോഴും 1:44 ആയിരിക്കും, കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ വരുന്ന ടൈം അതായിരിക്കും. അതിന് പുറമെ 10K ആദ്യമായിട്ടൊരു sub-50 ടൈം 48 മിനിറ്റ്സിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റണ്ണിങ് തുടങ്ങിയ സമയത്ത് ഒരു 10K ഫിനിഷ് ചെയ്യാൻ എനിക്ക് 1:05 ആണ് എടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഈ 48 മിനിറ്റിലോട്ടുള്ള എൻ്റെ ഈ ജേണി ഞാൻ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു ഫാക്ടർ എൻ്റെ കൺസിസ്റ്റൻസിയാണ്. എൻ്റെ ട്രെയിനിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് മിനിമൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി വർക്ക് ചെയ്ത് ആ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന മൂമെൻ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി റേസ് റിപ്പോർട്ടിൽ വരാനാണെങ്കിൽ ഓവറോൾ വളരെ മോശമായിട്ട് ഓർഗനൈസ് ചെയ്ത റേസായിരുന്നു. അത് റേസ് ഓർഗനൈസേഴ്സിന് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉള്ളത് പറയാമല്ലോ. നിങ്ങൾ ഒരു മാപ്പ് നമുക്ക് തന്നിട്ട് റേസിൻ്റെ അന്ന് രാവിലെ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു കോഴ്സിൽ ഓടിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്നലെ ബിബ് കളക്ഷൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കോർഡിനേഷനും നടത്തിയിട്ടില്ല. നിങ്ങളുടെ വോളണ്ടിയേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരടുത്ത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഹൈഡ്രേഷനിലും ഇത് തന്നെ. ഹൈഡ്രേഷൻ്റെ പല സ്ഥലത്തും ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരിടത്ത് ഹൈഡ്രേഷന് കപ്പ് എടുത്തപ്പോൾ കപ്പ് മാത്രമായിരുന്നു, അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. ഓവറോൾ എനിക്ക് ഹൈഡ്രേഷനിൽ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഹൈഡ്രേഷൻ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഗ്ലാസ് പോലും ഇല്ല, കുപ്പിയിലാണ് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, 10K ഓടുന്നവർക്ക് അത് മാനേജബിൾ ആയിരിക്കും. പക്ഷേ ഹാഫ് മാരത്തോൺ ഇതുപോലെ ഒരു PR ടൈമിൽ പുഷ് ചെയ്യുന്ന ഒരാളെ കുപ്പിയും കൊണ്ട് ലാസ്റ്റത്തെ 3 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കുപ്പി പ്ലാസ്റ്റിക്കും കൂടെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബയോഡിഗ്രേഡബിൾ ആണോ അല്ലെന്ന് അറിയില്ല. ഗ്രീൻ മാരത്തോൺ ഒരിക്കലും ഒരു കുപ്പി കൊടുക്കുന്ന അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ കപ്പിൻ്റെ കാര്യത്തിൽ പേപ്പർ കപ്പായിരുന്നു, കറക്റ്റായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഞാൻ കുപ്പി എടുത്തിട്ടുമില്ലായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിലും വളരെ പരിതാപകരമായിട്ടുള്ള ഫുഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ കേസരി നല്ലതായിരുന്നു. ഓടി ടയർഡായിട്ട് വരുന്നവർക്ക് കൊടുക്കേണ്ട ഫുഡായിരുന്നോ കൊടുത്തതെന്നുള്ളത് ചോദിക്കേണ്ട ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഒരു പറയുകയാണെങ്കിൽ പഴം, നിങ്ങൾ തന്ന പഴം, നമ്മളെല്ലാവരും അത് ഏത് റേസ് കാറ്റഗറി ഓടുന്നവരാണെങ്കിലും നമ്മൾ രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് ഓടുന്ന ഒരു ഇവൻ്റാണ്. സോ ഒരു ഫുഡിലെങ്കിലും നിങ്ങൾ ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരണമായിരുന്നു. ടീയും കോഫി അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഫുഡിൽ ശരിക്കും പറഞ്ഞാൽ കേസരി ഇല്ലാതെ ഒന്നും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയ ഫുഡല്ലായിരുന്നു. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഷെയർ ചെയ്ത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. റേസ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, എൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ റേസ് റിപ്പോർട്ട് ഇങ്ങനെ ഇതുപോലെ വലിച്ചു കീറി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല.